ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബ്ലൈൻഡ് ബാഗിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഹലോ കിറ്റി ബ്ലൈൻഡ് ബാഗാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ A4 സൈസ് വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഹാഫായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിത് വരയ്ക്കണം. അപ്പോൾ പിന്നെ അതിൽ നമ്മളാണെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക് ഷീറ്റിലൂടെ നമ്മൾ വരയ്ക്കുന്ന സ്കെച്ച് പെൻസ് ആവും. അപ്പോൾ പിന്നെ ഇതേപോലെ ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് വേണം വരയ്ക്കാൻ. അത് ബാക്കിലാവത്തില്ല. ഇനി ഞാനിവിടെ റെഡ് കാലിഗ്രഫി മാർക്കേഴ്സ് എടുത്തിട്ട് ഇതേപോലെ എഴുതി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ ഹലോ കിറ്റി എന്നാണ് എഴുതി കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഹലോ കിറ്റിയൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എൻ്റെ മറ്റു വീഡിയോസൊക്കെ ഒന്ന് കാണാം. പിന്നെ ഞാൻ മാല കളേഴ്സും കൊണ്ട് ഇതേപോലെ ആ ടെക്സ്റ്റിന് ഒരു ബോർഡേഴ്സ് പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതേപോലെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ഹലോ കിറ്റി ടെക്സ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത നമുക്ക് ബ്ലൈൻഡ് ബാഗ് എന്നോട് എഴുതി കൊടുക്കാം. നിങ്ങൾക്ക് എനി മാർക്കേഴ്സോ എനി ബ്ലാക്ക് പെന്നോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അടുത്ത് നമുക്ക് ഹലോ കിറ്റിയെ വരച്ചെടുക്കണം. അപ്പോൾ പിന്നെ ഞാനിവിടെ പെൻസിലും കൊണ്ടാണ് ആദ്യം ഒന്ന് സ്കെച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ ബാക്കി വെച്ചിട്ട് ട്രേസ് ചെയ്താലും മതി. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം ഒന്ന് വരച്ച് നോക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ വരച്ചെടുക്കുന്നത്. പിന്നെ ഇച്ചിരൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ ഹലോ കിറ്റിയുടെ ഒരു ഫിഗറാണ് ഇവിടെ വരയ്ക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് വരയ്ക്കാം. ഒന്നേ നിങ്ങൾക്ക് ഫേസ് മാത്രമായിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ ഇതേപോലെ വരയ്ക്കാം. എന്നിട്ട് ഞാൻ പിന്നെയും ബ്ലാക്കും കൊണ്ട് തന്നെ, അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ വൈറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ ഈ ബ്ലൈൻഡ് ബാഗ് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് പേര് വിചാരിക്കുമായിരിക്കും എന്താ ഈ ബ്ലൈൻഡ് ബാഗ് എന്ന്. ബ്ലൈൻഡ് ബാഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിനകത്ത് ഒരു സർപ്രൈസ് പോലത്തെ സാധനം കാണും, പക്ഷെ നമുക്ക് എന്താ ക്യാരക്ടർ എന്ന് അറിയത്തില്ല. അതിനകത്ത് ഈതർ അതൊരു കോമൺ ക്യാരക്ടറാകും, അല്ലെങ്കിൽ ഒരു റെയർ ക്യാരക്ടറാകും, യുണീക്കാകും, അങ്ങനെ കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് അത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ കീ പോലത്തെ സാധനം ഉണ്ടാക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ഈച്ച് കളേഴ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇതേപോലെ സർക്കിൾസിൽ ആദ്യം നമ്മൾ കളർ ചെയ്ത് കൊടുക്കുക. ഈ സംഭവമാണ് ഡിസൈഡ് ചെയ്ത് നമുക്ക് ഏത് ടൈപ്പിലുള്ള ക്യാരക്ടറാണ് കിട്ടിയേക്കുന്നത്. ചിലപ്പോൾ നമുക്ക് റെയർ ക്യാരക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്കൊരു കോമൺ ക്യാരക്ടർ ആയിരിക്കും, അങ്ങനെ. അപ്പോൾ ഇതേപോലെ ബ്ലാക്കും കൊണ്ട് ഞാൻ ഔട്ട്ലൈനും ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മുടെ ബ്ലാക്ക് പെന്നും കൊണ്ട് നമ്മൾ ഓരോ കീ എഴുതി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കോമൺ, പിന്നെ നമ്മൾ എഴുതി കൊടുക്കുന്നത് റെയർ, പിന്നെ നമ്മൾ എഴുതി കൊടുക്കുന്നത് എപ്പിക്, പിന്നെ നമ്മൾ എഴുതി കൊടുക്കുന്നത് ലെജൻഡറി. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും, ഒരു ടൈപ്പ് ആയിരിക്കും നമുക്ക് ഈ ബ്ലൈൻഡ് ബാഗിനുള്ളിൽ കിട്ടുന്നത്. അടുത്ത നമുക്ക് ഇത് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമായിട്ട് നമുക്ക് ഒരു ബാർകോഡ് വരച്ചു കൊടുക്കാം. അപ്പോൾ ചുമ്മാ ഇതേപോലെ ലൈൻസും കുറച്ച് നമ്പേഴ്സും കൂടെ എഴുതി കൊടുത്താൽ നമ്മുടെ ബാർകോഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇൻസൈഡിൽ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഇൻസൈഡിൽ എന്തൊക്കെ തിങ്സ് വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് പിന്നെ നമ്മൾ ഇതേപോലത്തെ സൈസ് പേപ്പർ എടുക്കുക, പിന്നെ ഹാഫായിട്ട് ഇതേപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്ക്വിഷിയാണ്. അപ്പോൾ സ്ക്വിഷിക്ക് വേണ്ടിയാണ് ഞാൻ ഇതേപോലെ, ഇതിൽ പ്രത്യേകിച്ച് സൈസ് ഒന്നുമില്ല. നിങ്ങൾക്ക് വലിയ സ്ക്വിഷി വേണമെങ്കിൽ നിങ്ങൾക്ക് വലുതായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചെറുതായിട്ടും ചെയ്യാം. ഇപ്പം ഞാൻ ഹലോ കിറ്റിയുടെ ഫേസ് മാത്രം വരച്ച് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹലോ കിറ്റിയെ വരയ്ക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, ഇതേപോലെ വരച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ബ്ലാക്ക് പെന്നും കൊണ്ട് ഔട്ട്ലൈൻ ചെയ്തും കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്ക്വിഷി. അപ്പോൾ നമ്മൾ ഈ ഷേപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഹലോ കിറ്റിയുടെ ഫേസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നില്ലേ, അല്ലെങ്കിൽ അത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ് ഉണ്ടാക്കാൻ. അതുകൊണ്ട് ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ഇൻസൈഡിലെല്ലാം കളർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തത് ചെയ്യാം. അപ്പം ഇതിനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്സ് ചുമ്മാ വരച്ചു കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ സ്ക്വിഷി വരുന്ന ബാഗ്. അപ്പോൾ ഇതേപോലെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ മാർക്സ് റെഡും കൊണ്ട് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതും ആ സൈഡിൽ വെക്കാം. എന്നിട്ട് നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഇതേപോലെ ഞാൻ പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്താണ് നമ്മുടെ കീ എഴുതുന്നത്. അപ്പോൾ നമ്മൾ യു ഗോട്ട് എന്ന് പറഞ്ഞിട്ട്, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്കിൽ നമ്മൾ ആ ഇതിൻ്റെ സ്ക്വിഷി ബാഗിൻ്റെ ബാക്കിൽ എഴുതിയ സാധനം ഒരെണ്ണം അങ്ങോട്ട് എഴുതി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ലെജൻഡറിയാണ് എഴുതി കൊടുത്തത്. പിന്നെ നമ്മൾ ടേപ്പും കൊണ്ട് ലാമിനേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തിക്ക് ടേപ്പും കൊണ്ട് ഇതേപോലെ ഞാൻ ലാമിനേറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ബാക്കിലും അതേപോലെ അത് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ഇച്ചിരി സ്പേസ് വേണം. എന്നിട്ട് നമ്മൾ കോട്ടനോ അല്ലെങ്കിൽ ടിഷ്യൂവോ എന്തെങ്കിലും ഫിൽ ചെയ്ത് കൊടുത്തിട്ട് പിന്നെയും ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്ക്വിഷി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. നമ്മൾ ഇതും ഒന്ന് സൈഡ്സ് മാത്രം ഒന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ലാമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല.
ഇപ്പം നിങ്ങൾ വിചാരിക്കും നമ്മൾ എന്തിനാണ് സ്ക്വിഷി ഫുൾ അങ്ങ് ലാമിനേറ്റ് ചെയ്തത്? അത് ബിക്കോസ് അത് കീറി പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് നമ്മൾ എൻഡിലൊന്ന് ചെയ്താൽ മതി, ബിക്കോസ് ഇത് നമ്മൾ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തിട്ട് പിന്നെ നമ്മുടെ സ്ക്വിഷി അതിനകത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതേപോലെ ആ സെയിം സൈസിന് തന്നെ ചെയ്യുക. എന്നിട്ട് നമ്മൾ എല്ലാ ടേപ്പും ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ബ്ലൈൻഡ് ബാഗ്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത ഏത് ടൈപ്പ് ബ്ലൈൻഡ് ബാഗ് ചെയ്യണം എന്നൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ ബാഗ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതാ ഇഷ്ടപ്പെട്ടില്ലേ? ഇനിയും നമുക്ക് ഒരു താങ്ക് യു നോട്ടോടെ എഴുതി കൊടുക്കാം. ഇവിടെ ഞാൻ താങ്ക് യു ആൻഡ് എൻജോയ് എന്ന് എഴുതി കൊടുത്തിട്ട് നമ്മുടെ ബ്ലൈൻഡ് ബാഗ് എടുത്തിട്ടുണ്ട്. അത് സൈഡ്സ് ഞാൻ ക്ലിയർ ടേപ്പും കൊണ്ട് തന്നെ ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ കുറച്ച് ഡാഷസ് അങ്ങോട്ട് വരച്ചു കൊടുക്കുക. അതാണ് നമ്മുടെ കട്ട് ചെയ്യേണ്ട പോയിന്റ്. അപ്പോൾ പിന്നെ നമ്മുടെ ബ്ലൈൻഡ് ബാഗ് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്ലൈൻഡ് ബാഗിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇടാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്ക്വിഷി അങ്ങോട്ട് വെക്കാം. പിന്നെ നമ്മുടെ താങ്ക് യു ആൻഡ് എൻജോയ് എന്നുള്ള ഒരു ഓർഡറിൻ്റെ ഒരു സാധനമാണ് വെക്കുന്നത്. പിന്നെ നമുക്ക് യു ഗോട്ട് എന്താ നമുക്ക് കിട്ടിയെന്നുള്ളത് അതോടെ വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ക്ലിയർ ടേപ്പും കൊണ്ട് തന്നെ മുകളിൽ ഒന്ന് ലാമിനേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഞാൻ ക്ലിയർ ടേപ്പ് ഒട്ടിക്കുക, എന്നിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ബ്ലൈൻഡ് ബാഗ് ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും പോയി കാണാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.